ഹായ് ഫ്രണ്ട്സ്, ഏകദേശം 3 വർഷം മുമ്പ് ഒരു ഏപ്രിൽ മാസത്തിലാണ് AMVAക്ക് നമ്മൾ ആദ്യമായിട്ട് ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്. എൻട്രീൻ്റെ ഭാഗമായിട്ട് ഞാനായിരുന്നു അന്ന് ആ വെബിനാർ എടുത്ത്. അതിനുശേഷം നമ്മൾ AMVAൻ്റെ ഒരു ബാച്ചും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അതായത് മെക്കാനിക്കൽ കോർ എന്ന് പറഞ്ഞൊരു ബാച്ചിൽ സ്റ്റാർട്ട് ചെയ്തു. AMVA വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ പോളി ലെക്ചർ എന്ന് പറഞ്ഞ് ഒരുപാട് എക്സാമിന് കോമൺ ആയിട്ട് പഠിക്കേണ്ട ഒരു ബാച്ചാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്, മെക്കാനിക്കൽ കോർ ബാച്ച് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിലേക്ക് ഒരുപാട് അഡ്മിഷൻസും കാര്യങ്ങളും മെക്കാനിക്കൽ കഴിഞ്ഞ ആളുകൾ, ഓട്ടോമൊബൈൽ കഴിഞ്ഞ ആളുകളൊക്കെ അഡ്മിഷൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് ഒന്നും കൂടി സ്പെസിഫിക് ആയിട്ട് AMVAക്ക് വേണ്ടി മാത്രം നമ്മൾ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഏകദേശം ഒരു 3 വർഷം കാലയളവ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഏകദേശം മെയ്യിലാണ് AMVAയുടെ എക്സാം നടന്നത്. അതായത് 2023 മെയ്യിലാണ് AMVAയുടെ എക്സാം നടന്നത്. അപ്പോൾ ഈ ഒരു കാലയളവ് തന്നെ അത്യാവശ്യം നല്ല സ്റ്റുഡൻസ് എൻട്രിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 1200 പേര് ആ എൻട്രിയിലെ ഗോൾഡ് ബാച്ചിൽ മാത്രം ജോയിൻ ചെയ്തിരുന്നു. 1200 ഞാൻ നമ്പർ പറയാൻ കാരണം അതൊരു വലിയ നമ്പർ ആണെന്നോ അല്ലെങ്കിൽ ഒരു ചെറിയ നമ്പർ ആണെന്നോ അല്ല ഞാൻ പറയുന്നത്. അപ്ലൈ ചെയ്ത സ്റ്റുഡൻസിനെ അപേക്ഷിച്ച് പഠിക്കുന്നതിൻ്റെ ഒരു മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസ് എൻട്രി തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എൻട്രിയുടെ റിസൾട്ടും അത്രയും വലുത് തന്നെയാണ്. ഇപ്പം ഈ കാണിക്കുന്ന ഇത്രയും പേര്, അതായത് ഏകദേശം 80-ന് മുകളിൽ ആളുകൾ നമ്മുടെ എൻട്രിയിലെ ഗോൾഡ് ബാച്ചിൽ മാത്രം വരുന്നുണ്ട്. നിങ്ങൾക്കറിയാം എൻട്രിയിൽ 2 ടൈപ്പ് ഓഫ് ബാച്ചസ് ആണ്, ഒന്ന് നോർമൽ ബാച്ചും ഗോൾഡ് ബാച്ചും. ഈ ഗോൾഡ് ബാച്ചിൽ സ്പെഷ്യൽ മെന്റർഷിപ്പും ലൈവ് സെഷൻസ് ഒക്കെ ഉൾപ്പെട്ട കാര്യങ്ങളാണ്. മറ്റേത് നോർമൽ ബാച്ച് എന്ന് പറഞ്ഞാൽ പ്രീ റെക്കോർഡഡ് വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അതായത് സിലബസ് ബേസ്ഡ് ആയിട്ട് പ്രീ റെക്കോർഡഡ് വീഡിയോസ് മാത്രം വരുന്ന കണ്ടന്റുകളാണ്. അപ്പം ആ ഒരു നോർമൽ ബാച്ചിലെ സ്റ്റുഡൻസിനെ ഉൾപ്പെടാതെയാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അതായത് എൻട്രിയിലെ ഗോൾഡ് ബാച്ച് സ്റ്റുഡൻസ് മാത്രം ഏകദേശം 80-ന് മുകളിൽ ആളുകൾ ഈ ഒരു AMVA റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു 3 വർഷം മുമ്പ് ഞാൻ ഈ ഒരു വെബിനാർ എടുക്കുന്ന സമയത്ത് ആക്ച്വലി ആ ഒരു എക്സാമിൻ്റെ സ്പാൻ എന്താണെന്നോ അല്ല എത്ര കാലം ഈ ഒരു എക്സാമിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരുന്നോ, ഇതിന് മുമ്പേ ഒരുപാട് വേക്കൻസി ഉണ്ടായിരുന്നു, ഇത്തവണ എത്ര വേക്കൻസി ഉണ്ടാവും, എത്ര പേര് മെയിൻ ലിസ്റ്റ് കയറുന്നു, ഇങ്ങനെ ഒരു യാതൊരുവിധ ഐഡിയ നമുക്കില്ലായിരുന്നു. എന്നിരുന്നാൽ പോലും ഒരുപാട് പേര് ഹാർഡ് വർക്ക് ചെയ്തു, ഒരുപാട് പേര് പഠിച്ചു, ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. നമുക്ക് അവസാന ബാച്ചിലൊക്കെ നമുക്ക് നല്ല ഒരു റിസൾട്ട് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ട്. നമ്മൾ എക്സാം എത്രത്തോളം സിലബസ് ഒക്കെ മാറി വന്നിട്ടുണ്ടെങ്കിൽ എക്സാം വളരെ സിമ്പിളായിട്ട് വന്നിട്ടുണ്ട്. നമ്മളെ പഠിപ്പിച്ച ഫാക്കൽറ്റീസ് ഒക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്. നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടും എക്സാം വളരെ സിമ്പിളായിട്ട് വന്നുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് ഒരുപാട് പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം 59 മാർക്ക് എങ്ങനെയായിരുന്നു കട്ട് ഓഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കട്ട് ഓഫിൻ്റെ അകത്ത് വന്നപ്പോൾ തന്നെ ഏകദേശം 600 സംതിങ് ആളുകൾ മെയിൻ ലിസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പം ഇത് നമ്മുടെ റാങ്ക് ലിസ്റ്റ് വന്ന സമയത്തും ഏകദേശം 660 പേര് മെയിൻ ലിസ്റ്റിൽ വന്നു. അതിൽ ഏകദേശം 80-ലധികം പേര് എൻട്രിയുടെ സ്റ്റുഡൻസ് ആയിട്ട് തന്നെ ഈ റാങ്ക് ലിസ്റ്റിൽ വന്നത് പറയുന്ന സമയത്ത് തന്നെ എനിക്ക് പേഴ്സണലി എനിക്ക് വലിയൊരു അഭിമാനം തോന്നുകയാണ്. കാരണം ഇതിൽ എൻട്രിയിൽ ഞാൻ തുടക്കം കുറിച്ചത് ആ ഒരു വെബിനാറിലൂടെയായിരുന്നു AMVA എക്സാമിന്. അപ്പോൾ ആ ഒരു വെബിനാർ കണ്ട ആളുകൾ ഇപ്പോഴും ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ ഒരു ഫ്ലോ ഏതൊരു ഗവൺമെൻറ് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും, ഒരു ടെക്നിക്കൽ PSC എക്സാം ആയിക്കോട്ടെ അല്ലെങ്കിൽ കേരള PSC എക്സാം ആയിക്കോട്ടെ, എക്സാം പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും ഒരു ഫ്ലോ ആണ്. അതായത് 2 to 3 ഇയേഴ്സ് നമുക്ക് അതിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് കൊടുക്കുന്ന ആളുകളാണ് ഇതുപോലെ റാങ്ക് ലിസ്റ്റിൽ വരുന്നത്. അപ്പോൾ ഓരോ സ്റ്റുഡൻസും ഇത്രയും സ്റ്റുഡൻസ് നമ്മൾ എൻട്രിയുടെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. അതല്ലാതെ 600-നകത്ത് ബാക്കി വരുന്ന പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് പഠിച്ചോ സ്റ്റുഡൻസൊക്കെ ഒരുപാട് പേര് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പേർക്ക് എൻ്റെ പേഴ്സണലായിട്ടും അല്ലെങ്കിൽ എൻട്രീൻ്റെ ഭാഗമായിട്ടും നമ്മൾ ഒരു കൺഗ്രാജുലേഷൻ നേരെയാണ്. കാരണം ഒരുപാട് എഫേർട്ട് ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് സബ്ജക്റ്റുകൾ ഇപ്പോൾ AMVA എക്സാം ആണെങ്കിൽ മെക്കാനിക്കലിൻ്റെ ടോപ്പിക്സ് പഠിക്കാണ്ട്, ഓട്ടോമൊബൈലിൻ്റെ ടോപ്പിക്ക് പഠിക്കാണ്ട്, അതല്ലാതെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ പഠിക്കാണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ പഠിച്ചിട്ടാണ് ഇവരൊക്കെ ഈ റാങ്ക് ലിസ്റ്റിലേക്ക് നേരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു സെഷനിൽ ഒരു 1 ഇയർ 2 ഇയറിൻ്റെ ഉള്ളിൽ ഇവരിൽ പലരും നമ്മുടെ റോഡുകളിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വലിയൊരു അഭിമാനമാണ് എൻട്രീനെ സംബന്ധിച്ചിടത്തോളം, വലിയൊരു അച്ചീവ്മെൻറ്റും കൂടിയാണ് ഇത്രയും വലിയ റാങ്ക് ലിസ്റ്റിൽ ഇത്രയും പേര് എൻട്രീൻ്റെ സ്റ്റുഡൻസ് ആയിട്ട് കയറി വരുന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് 1ാം റാങ്ക് കിട്ടിയ സ്റ്റുഡൻറ്റ് പോലും നമ്മുടെ എൻട്രിയിലെ ഗോൾഡ് ബാച്ചിൽ B10 ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അയാളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയുള്ള വീഡിയോസ് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. എന്തായാലും വലിയ സന്തോഷം. അത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്തത്. നമുക്കറിയാം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, പക്ഷേ ലേറ്റ് ആയാലും ഈ എല്ലാവരും ഒരു ഓതൻറ്റിസിറ്റി നമുക്ക് വേണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്രയും ക്ലിയർ ആയിട്ട് എല്ലാ കാര്യം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വന്നത്. നമ്മളെ കമ്മ്യൂണിറ്റിയിലും കാര്യങ്ങളിലൊക്കെ ഈ ഡീറ്റെയിൽ ആയിട്ടുള്ള പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പം ഓൾ ദി ബെസ്റ്റ്. ഇനി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഇനി മുമ്പോട്ടുള്ള ഒരുപാട് എക്സാമുകൾ വരാനുണ്ട്. മെക്കാനിക്കൽ മാത്രമല്ല, ഇതൊരു ഫുൾ സ്റ്റോപ്പ് അല്ല. നിങ്ങൾക്കറിയാം ഗവൺമെൻറ് എക്സാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഇനി നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് വരാനുണ്ട്. അപ്പോൾ ഇതിൽ റാങ്ക് ലിസ്റ്റ് ഇടപെടാൻ പറ്റാത്ത ആളുകൾ ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. അടുത്ത റാങ്ക് ലിസ്റ്റ് നിങ്ങളുണ്ടാവും. താങ്ക് യു.